എനിക്ക് തന്നെ ചിരി വരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളിന്ന് ലെറ്റ്സ് ടോക്കിൽ തന്നെ വന്നിരിക്കുകയാണ്. എന്താണ് വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനും എൻ്റെ പാർട്ട്ണറും കൂടെ എത്തിയിരിക്കുകയാണ്. സംഭവം നമ്മൾ കുറച്ച് വീഡിയോ റിയാക്ഷൻ ആണ് ഇന്ന് ചെയ്തേക്കുന്നത്. മറ്റാരും ചെയ്തതല്ല, ഞാൻ ചെയ്ത എൻ്റെ വീഡിയോ തന്നെ നമ്മൾ തന്നെ ട്രോള് ചെയ്യുകയാണ് കേട്ടോ. ട്രോളാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ ആരുടെ സഹായം ഇല്ല എന്നുള്ളതാണ് ഞാനിവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ. സോ എവരി സ്റ്റോറിയുടെ ബിഹൈൻഡിലും ഒരു സ്റ്റോറി ഉണ്ട് എന്നല്ലേ പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് ഐ തിങ്ക് ചിത്രത്തിലെ കല്യാണിയുടെ ഒരു ഇതായിരുന്നു, കോസ്റ്റ്യൂമായിരുന്നു. സോ വാട്ട് വുഡ് യു ഹാവ് ടു സേ അബൌട്ട് ദാറ്റ്? ചിത്രത്തിലെ കല്യാണി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കില്ല ചില ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ, ആവശ്യമില്ലാത്ത പ്രചോദനം തന്നു നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതേപോലെ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ചിത്രത്തിലെ കല്യാണിയിലോട്ട് എത്താനായിട്ട് അഖിലാണ് മെയിൻ കാര്യം. അഖിൽ എന്നോട് പറയുമായിരുന്നു ഇങ്ങനെ ലിപ്സിങ്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, കുറേ നമുക്ക് ഫിയർ മാറും എന്നൊക്കെ ഉള്ളത്. അവസാനം അതേ അഖിൽ തന്നെ പറഞ്ഞു ഭണ്ഡാരം പറയണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ സിനിമകൾ നോർമലി കണ്ടങ്ങ് പോകില്ലേ, പക്ഷെ അതിൽ നമ്മുടെ എക്സാക്റ്റ് നമ്മുടെ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ക്യാരക്ടർ സിനിമകളിലുണ്ടാവും. അപ്പം ഞാൻ ചിത്രം ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ കല്യാണിയുടെ ചില മാനറിസം ഞാനും ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യമായിട്ടൊക്കെ ചില റിലേറ്റ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കല്യാണിയുടെ എടുത്തത്. ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് കല്യാണി, ചിത്രത്തിലെ കല്യാണിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പം നമുക്ക് അത് കണ്ടിട്ട് അല്ലേ. നമ്മൾ നോർമലി ഒരു കാര്യത്തിലോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പേടിയൊക്കെ തോന്നാറുണ്ടായിരുന്നു. സോ ഈ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് ചേച്ചിക്ക് പേടി? അയ്യോ, ഫസ്റ്റ് വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പുള്ളിക്കാരനുമായിട്ട് കല്യാണി സിങ്ക് ആവുന്നതാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തത്. കാരണം ഇവർ തമ്മിൽ ഭയങ്കര ശത്രുവായിരുന്നല്ലോ. വിഷ്ണു മീൻസ് ഇതിൽ മോഹൻലാൽ ചെയ്ത ക്യാരക്ടർ, വിഷ്ണു കല്യാണി തമ്മിൽ ഭയങ്കര അടിയാണ്. അപ്പോൾ കല്യാണിക്ക് വിഷ്ണുവിൻ്റെ ഒരു ചെറിയൊരു താല്പര്യം തോന്നി തുടങ്ങുന്ന ഒരു സമയം. അപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. ഓരോ തവണ വിഷ്ണുവിനെ വിളിക്കുന്നത് ഓരോ രീതിയിലാണ്. ആ മരമോന്നനെ വിളിച്ച് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഏറ്റവും ഒന്ന് വിളിക്കും കേട്ടോ എന്നുള്ളൊരു സാധനം. അപ്പോൾ ആ ഇഷ്ടത്തിലോട്ടായി ഈ സംഭവം. അപ്പോൾ എനിക്ക് അതിങ്ങനെ ഞാൻ ആദ്യം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി വരുമായിരുന്നു. കാരണം നമ്മൾ ഈ സിനിമ ഇങ്ങനെ ആസ്വദിച്ച് ചെയ്തൊരു സാധനമല്ലേ. അപ്പം ഇത് ചെയ്താൽ മാത്രം പോരാ, ഞാൻ എപ്പോഴും ഒരു റീല് ചെയ്യുമ്പം അതിൻ്റെ എക്സാക്റ്റ് വീഡിയോ എന്താണ് അതുമായിട്ട് കുറച്ചെങ്കിലും കണക്ഷൻ വരാനായിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അമ്മയുടെ കുറച്ച് സാരി, പക്ഷേ ഈ സാരിക്ക് അനുസരിച്ച് എല്ലാത്തിനും എനിക്ക് ബ്ലൗസും ഇല്ല. അമ്മയുടെ കുറച്ച് ബ്ലൗസും അമ്മയുടെ സാരിയും ഒക്കെ എടുത്തു വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ചെയ്തത്. ഇത് ഒറ്റ ടേക്കിലൊന്നും അല്ല ഈ സംഭവം ചെയ്തത്. എനിക്ക് തോന്നുന്നു കുറേ തവണ ഈ സാരി മാറ്റും, വന്ന് ഇങ്ങനെ ചോദിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ചെയ്ത പാട്ടിൻ്റെ ആണെങ്കിലും ഏറ്റവും വലിയ ഫാൻ എന്ന് പറയുന്നത് ഞാനാണ്. ഏറ്റവും കൂടുതൽ ഞാൻ തന്നെയായിരിക്കും അത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ ഇപ്പോൾ 80 വ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് 79 വ്യൂ വരാനായിരിക്കും എനിക്ക്. കാരണം എനിക്കങ്ങനെ ഒരാൾ അതിനെ കമൻറ്റ് പറയണം അല്ലെങ്കിൽ ഒരാൾ അതിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ ചിന്തിക്കില്ല. ഞാൻ എഫേർട്ട് ഇട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം ഞാൻ എഫേർട്ട് ഇട്ട് ചെയ്ത സാധനം എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ അതിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. ആ ഒരു ഇതാണ് നമുക്ക് കണ്ടിട്ട് ആയിക്കോട്ടെ. സോ ഫസ്റ്റ് വീഡിയോ ഓഫ് ചിത്രംസ് കല്യാണിയാണ്. അങ്കിൾ, ഊണുകാലായി, പിന്നെ വിളിച്ചോളൂ കേട്ടോ. അങ്കിൾ, ഊണുകാലായി വരൂ. ദേ ആ കഴുതെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ, ഊണുകാലായി വരൂ. ദേ അയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ, ഊണുകാലായി വരൂ. ദേ മറ്റയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ, ഊണുകാലായി വരൂ. ദേ വിഷ്ണുവിനെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ, ഊണുകാലായി വരൂ. ദേ പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂ. Like I'm so I had to appreciate that ഓരോ സീൻസിലും സാരി മാറി വരുന്ന ആ സാരി തന്നെ. ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഇത്രയോ സാരി നിനക്ക് കൊടുക്കുക, ഇത്രയോ ക്ഷമ എന്നുള്ള സാധനം. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ നമുക്ക് ചിലപ്പോൾ ആ ഒരു എപ്പോഴും നമ്മൾ ഞാനിങ്ങനെ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കമ്പോസേഴ്സൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അവർ ചെയ്ത ഒരു പാട്ട് മറ്റൊരാൾ ചെയ്യുന്നതിനും പ്രസൻറ്റ് ചെയ്യുന്നതിനും അവർക്ക് വേറെ എതിരഭിപ്രായമില്ല, പക്ഷെ അതിനെ നശിപ്പിക്കരുത്. അതുപോലെ ഇപ്പം ഞാനാണെങ്കിലും ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആക്ട്രസും ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ക്യാരക്ടറാണ്. നമ്മളതിനെ കോമഡി ആക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കഴിവതും അങ്ങനെ ചെയ്യാറുണ്ട്. അതേപോലെ ഒരു ഡ്രസ്സ് തന്നെ ഇട്ടാൽ അത് വല്ലാത്ത കാണുന്നുണ്ടോ, ഓക്കെ ആണോ, എനിക്ക് നോക്കി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതിന് മാക്സിമം വൾഗാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറില്ല.
അങ്ങനെ ചെയ്ത ആദ്യത്തെ ക്യാരക്ടറാണ് കല്യാണി. അങ്ങനെ ഈ കല്യാണി ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സമയത്താണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നന്ദിനി വരുന്നത്. കിലുക്കം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് കിലുക്കത്തിൻ്റെ ഒരു മാനറിസം പറ്റിയതാണല്ലോ, ആ ഒരു വട്ടൊക്കെ എനിക്കുണ്ട് പൊതുവെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് പിന്നെ അങ്ങ് അതെടുക്കാം എന്നുള്ള ഒരു സംഭവത്തിലാണ് കിലുക്കത്തിലെ നന്ദിനി ഒന്ന് കാണാം. നിന്റെ ഇഷ്ടത്തിന് എനിക്കൊന്നും ചെയ്തു തരാനല്ല കാശ് നിർത്തിയിരിക്കുന്നത്. എന്തോന്നാ നിനക്ക് ഇത്ര മല വയ്ക്കുന്ന പണി? മല മറിക്കാൻ എത്രയും പ്രയാസമില്ല. തർക്കുത്തരം പറയുന്നോ? മിണ്ടാണ്ട് നിന്ന വായിൽ കൊഴുക്കട്ടെയാണോ ചോദിക്കും. മിണ്ടിപ്പോയ തർക്കുത്തരായിപ്പോ ഇതെന്തോന്നാ അപ്പനെ എന്നാ നേരെ വല്ലതും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? അതുമില്ല. മര്യാദക്ക് ജോലി ചെയ്യാൻ നിനക്ക് എന്തോന്നാണ് ഇവിടെ കുറവ്? എടിപൊടിന്നൊക്കെ വിളിക്കാൻ വേറെ ആളെ നോക്കണം. എന്നാ പിന്നെ നിന്നെ ഞാൻ അകത്താരമേന്ന് വിളിക്കാം. നീ എന്നെ മോളൊന്നുമല്ല, ഇവിടുത്തെ അടുക്കളിക്കാരിയാ. എന്നെ കൊണ്ട് ഒരു നേരം ഒരു പണിയെ ചെയ്യാൻ സാധിക്കുള്ളൂ. അയാൾ ഇവിടുത്തെ പേക്കൂത്ത് സഹിക്കാൻ വയ്യാതെ പോയി. അവിടെ എനിക്കിപ്പോ ഊണ് എന്താ റെഡിയാത്തതെന്ന് രാവിലെ അരി അടുപ്പത്തിനാൻ തുടങ്ങിയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്? എനിക്ക് ചൂടാക്കിയില്ല, പച്ചവെള്ളത്തിലാണല്ലോ കുളിച്ചത്. വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എണ്ണ കാച്ചാൻ പറഞ്ഞത്. അത് നടന്നോ? അപ്പോഴല്ലേ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞേ? എന്നിട്ട് വാങ്ങിച്ചോ? ഇല്ല, ഇവിടെ മുഴുവൻ തുടച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അത് ഇതുവരെ ചെയ്തില്ലല്ലോ. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ ചോറ് വിളമ്പാ പറഞ്ഞത്. കഴുകി വെച്ച് അരി ഇരിപ്പുണ്ട്, മതിയെങ്കിൽ അത് വിളമ്പാം. അതിന് തന്തയോട് എന്ന് പറഞ്ഞാൽ മതി. തന്തയോട് തന്നെ പറഞ്ഞു. ഒരു മണിക്കൂർ വേറെ ഒരു ജോലിയും പറയാതിരുന്ന ചോറുണ്ടാക്കി തരാം. എനിക്ക് വേണ്ട, ഒരു നേരം ഉണ്ടല്ലോ, ഞാൻ ചത്തൊന്നും പോകല്ലോ. കിലുക്കത്തില് ശരിക്കും ഇത് ചെയ്യാൻ നേരത്ത് നമുക്കറിയാലോ ഒരു ജോലിക്കാരിയാണ്. അപ്പോൾ സാരിയൊക്കെ കുറച്ച് അധികം അങ്ങോട്ട് ഭയങ്കര തിളക്കമുള്ള സാധനമൊന്നും ആവാൻ പാടില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പം എനിക്കൊരു ബ്ലൂ കളറ്, എനിക്കോട് ഫസ്റ്റ് എനിക്ക് തയ്ച്ച ബ്ലൗസാണ് ആ ബ്ലൂ കളറ്. അപ്പോൾ ആ ഒരു ബ്ലൗസും അതെൻ്റെ ഒരു ഷോളാണ്, ഏതോ ഒരു ചുരിദാറിൻ്റെ ഷോളാണ്. ആ ഷോളും പിന്നെ ഒരു സ്കേർട്ടുണ്ട്, ഒരു ബ്ലൂ കളർ സ്കേർട്ട്. ആ സ്കേർട്ട് ഇട്ടിട്ടാണ് ഞാൻ നന്ദിനിയുടെ വേറൊരു പാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് ചെയ്തു. ശരിക്കും ഇത് എനിക്ക് പിന്നും ടേക്ക് എടുക്കേണ്ടിയെന്ന് വന്നില്ല. ഭയങ്കര അതിൽ ഇഷ്ടമാണ് നന്ദിനിയും തിലകനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ആസ്വദിച്ച് ചെയ്തതാണ്. പിന്നെ ആ വീഡിയോ ശരിക്കും നല്ല റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അതേ ദിവസം തന്നെയാണ് ഞാൻ അതിൻ്റെ സെക്കൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ മറ്റേ മോഹൻലാലിനോട് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയൊന്നും തന്നെ പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. പിന്നെ എന്താ പ്രൗഡ് ഓഫ് ഫണ്ടും ഇതും വേണമെന്ന് ചോദിക്കും, പറയും എനിക്കൊരു കുറ്റിയും വേണ്ട, എന്നെ ആടെ വരട്ടെ എന്നുള്ള ആ വീഡിയോ നമ്മൾ പിന്നെ വേറൊരെണ്ണം ചെയ്തില്ലേ. ഇനി ഒരു നിമിഷം നിന്നെ വെച്ചേക്കല, ഇപ്പൊ ഇറങ്ങണം, ഈ നിമിഷം ഇറങ്ങണം. അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോരെന്ന് പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല. പ്രൗഡ് ഓഫ് ഫണ്ട് ഗ്രാറ്റുവിറ്റി മാനായിരിക്കും. എനിക്കൊരു കുറ്റിയും വേണ്ട, എന്നെ ഇവിടെ കൊണ്ടിട്ട് ആളെ വരട്ടെ, ഞാൻ പൊക്കോളാം. അങ്ങനെയാണല്ലേ? ഓഹോ, അങ്ങനെ തന്നെ. ഒരു വീടിന്റെ എല്ലാ പോർഷൻ എനിക്ക് തോന്നുന്നു എന്റെ റീലിൽ ഇനി ആ വീടിന്റെ മൂലയും മുക്കും മൂലയും ഇനി കാണിക്കാൻ വേറെ സ്ഥലമില്ലെന്ന് തോന്നുന്നു. എല്ലാ സൈഡും എനിക്ക് 5 നായർ ജോയുടെ വീട് നമുക്ക് റീൽസോട് സുപരിചിതമാണ്. ഓരോ മുക്ക് മലയാളം കൂടി ക്ലീൻ ചെയ്തത് വീഡിയോ, കൃഷ്ണന്റെ വീഡിയോ. അപ്പൊ എല്ലാ മുക്കുമൂലയും എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് ഇതിൽ ഏത് വീഡിയോ ആണ് ഏറ്റവും ഇഷ്ടമായി എന്നുള്ളത് നിങ്ങൾ ഈ കമന്റിൽ കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ മറ്റൊരു കോണ്ടന്റുമായിട്ട് എത്തുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.